കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ്, വെൽക്കം ടു ലേൺവൈസ്. ഇഗ്നോ ഫോക്കസ് 6.0 മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഗ്നുവിന്റെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സെക്ഷൻ നമ്മൾ ഈ വർഷവും നോക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇതുപോലുള്ള സെക്ഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സക്സസിലാണ് ലേണേഴ്സിന് അത്രയും ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. ഈ വർഷവും ഞങ്ങൾ ഈ പറയുന്ന പോലെ ഇഗ്നോ ഫോക്കസ് 6.0 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഈ ഇഗ്നോ ഫോക്കസ് 6.0 സെക്ഷനിലൂടെ നമ്മൾ ഹൈ പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസുകൾ, ഏതൊക്കെ ടോപ്പിക്സുകൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് BPAG 174 UGയുടെ എലക്ടീവ് പേപ്പർ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അഡ്വാൻസ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ വാരി വലിച്ചു പഠിക്കേണ്ട കാര്യമല്ല, എക്സാമിന് ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ മാത്രം നോക്കി അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഓൾറെഡി ക്ലാസ്സസ് കണ്ടു കഴിഞ്ഞു, കണ്ടന്റുകൾ പഠിച്ചു കഴിഞ്ഞു, നമുക്ക് ആ ഒരു ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ളത് അറിയാം. പക്ഷേ എക്സാമിന് വരുമ്പോൾ ഹൈ ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകളുണ്ട്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മാർക്ക് മേടിക്കാനായിട്ട് പറ്റും, അത്തരം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ. സോ നമ്മൾ ഇത് ബിഗിൻ ചെയ്യുന്നതിന് മുന്നേതായിട്ട് ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അസൈൻമെന്റ് പേപ്പേഴ്സും ഒക്കെ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ സിലബസ് മാപ്പിംഗ് നോക്കുന്നുണ്ട്. അതായത് ഏതൊക്കെ ടോപ്പിക്കുകൾ ഏതൊക്കെ ഏരിയാസിനകത്ത് വരാം, അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റിനകത്ത്, അല്ലെങ്കിൽ ഏതൊക്കെ ബ്ലോക്കുകളിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ട് എന്നുള്ളതും. അത് മാത്രമല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് പ്രോബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്, അതായത് ഹൈ എൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് സെറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള പ്രാക്ടീസ് സെറ്റുകൾ നമ്മൾ കഴിഞ്ഞ വർഷവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇത്തവണത്തെയും നമ്മുടെ ലേണേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെല്ലായിട്ട് എങ്ങനെ നല്ല ഭംഗിക്ക് എങ്ങനെ ആൻസർ എഴുതാം, ആൻസർ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ടൂൾ കിറ്റ് ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു സെക്ഷനിലൂടെ. അത് മാത്രമല്ല ഈ എക്സാമിന് മുന്നേ റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാനിക് ആവാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയും എക്സാമിന് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു എക്സാം ഓറിയന്റഡ് മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണ് നമ്മൾ വേണ്ടത്. വളരെ കാമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മതി, അല്ലാതെ പാനിക് ആയിട്ട് ഉത്തരങ്ങൾ എഴുതി തെറ്റിക്കുക എന്നുള്ളതല്ല. നമ്മൾ കാമായിട്ടിരിക്കുക. നമ്മൾ നല്ല പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ നല്ലപോലെ സെക്ഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും കോൺഫിഡന്റ് ആണ് എക്സാം എഴുതാനായിട്ട്, അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് എക്സാം നന്നായിട്ട് എഴുതുക എന്നുള്ളതും ഏതൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ അതിൽ ആ ഒരു പാത്വേയിലേക്ക് പോവുകയാണ്. നമ്മൾ എങ്ങനെ കറണ്ട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്കത് കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. സോ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാത്വേ ആണ്. അതായത് 7 ദിവസത്തെ ഒരു ക്ലാഷ് പ്ലാൻ ആണ് നിങ്ങൾക്ക് ഓരോ ആസ്പിറൻസിനും തരുന്നത്. അതായത് എക്സാം എഴുതുന്ന ഓരോ ലേണേഴ്സിനും 7 ദിവസത്തെ ഒരു ക്രാഷ് പ്ലാൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ആ ഒരു ക്രാഷ് പ്ലാനിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയർ ആയിട്ട് എക്സാമിന് ഒരു വീക്ക് മുന്നേ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. എക്സാമിന് തലേന്നല്ല നമ്മൾ പഠിച്ചു തുടങ്ങുക. സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സാമിന് തലേന്നാണ് പഠിച്ചു തുടങ്ങുന്നത്. തലേന്ന് പഠിച്ചു തുടങ്ങണ്ട, എക്സാമിന് ഒരാഴ്ച മുന്നേ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പൊ പ്രിപ്പറേഷന് വരുമ്പോൾ ഡേ 1 നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എൽഡിങ് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗിൽ പറഞ്ഞിട്ടുള്ള ഏരിയാസുകൾ ഫോക്കസ് ചെയ്യുക. അതായത്
ഈ പറയുന്ന പോലെ 9 യൂണിറ്റ്സുകളുണ്ട് SLMസിന്റെ കണ്ടന്റ് പേജുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ വേണം നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത പാർട്ട് 2 എന്ന് പറയുമ്പോൾ 21 ദിവസത്തെ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്ലാനുകളുണ്ട് ഓരോ വർക്കിംഗ് ആയിട്ടുള്ള ലേണേഴ്സിനും. അത് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും ഓരോ ടോപ്പിക്കുകളത്ത് 2 അവേഴ്സ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ വീക്ക് 1 നമ്മൾ ആദ്യത്തെ 1 മുതൽ 7 ദിവസം എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 മുതൽ 4 വരെ പഠിക്കുക. അങ്ങനെ പെർ യൂണിറ്റുകൾ, അതായത് ഓരോ ബ്ലോക്കിലെ യൂണിറ്റുകളും എടുത്തിട്ട് അതിന് സ്പെഷ്യൽ ആയിട്ട് ഫോക്കസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ 21 ഡേയ്സിന്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്ലാനിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആൻസേഴ്സ് എഴുതി പഠിക്കാം. ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഇനി പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് ടോപ്പേഴ്സ് ട്രാക്ക് ഉണ്ട്. അതായത് ഡിസ്റ്റിങ്ഷൻ ഒക്കെ മേടിക്കാനായിട്ടും റാങ്കിങ് ഒക്കെ മേടിക്കാനായിട്ടും മനസ്സിൽ കരുതിയിട്ടുള്ള നിങ്ങളെ പോലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ലേണേഴ്സിന് ഒരു 70+ മാർക്ക് നമുക്ക് മേടിക്കണം. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ജയിച്ചാലോ പാസ് ചെയ്താലോ മാത്രം പോരാ, നമുക്ക് ഹൈ ആയിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്ത് മാത്രമേ ഞാൻ ഈ എക്സാം പാസ് ആവുള്ളൂ എന്നുള്ള ദൃഢമായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ലേണേഴ്സിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി യൂണിറ്റ് SLMസിന്റെ ബിറ്റ് ടു ബിറ്റ്, അതായത് എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്സുകളും ഷോർട്ട് നോട്ടും കവർ ചെയ്ത് നമ്പേഴ്സ് സബ്സെക്ഷൻസിൽ വരുന്ന കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ടോപ്പേഴ്സിൽ ആയിട്ടുള്ള ലേണേഴ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമിനേഷൻ പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറും എങ്ങനെയാണ് എന്നുള്ളത് ഇതുവരെ വർഷത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ BPAG 174ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മാർക്കിനാണ് എക്സാം എഴുതേണ്ടത്. 3 മണിക്കൂറാണ് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഇതുവരെ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 8 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്തുള്ളത്. അപ്പൊ ആ 8 ക്വസ്റ്റ്യൻസ് വേണം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ ഇതിന്റെ ആ ഒരു വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേർഡ് ലിമിറ്റ് മാറിയും മറിഞ്ഞും ഒക്കെ ഇരിക്കും. പക്ഷെ ജൂൺ 2022 ഡിസംബർ 2022 ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 വേർഡ്സിനുള്ളിൽ വേണം നമുക്ക് ആ ഒരു ആൻസർ എഴുതാനായിട്ടുള്ള. 500 വേർഡ്സ് ടു 400 വേർഡ്സിനുള്ളിൽ. ഇപ്പൊ ജൂൺ 2023 400 വേർഡ്സിലാണ് ഉത്തരം എഴുതാനായിട്ട് പറയുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻ 4ഉം ക്വസ്റ്റ്യൻ 8ഉം എന്ന് പറയുന്നത് ഷോർട്ട് നോട്ടാണ്. അതായത് 10 മാർക്ക് ഈച്ച് ക്യാരി ചെയ്യുന്ന രീതിയിൽ, അത് ഒരു ക്വസ്റ്റ്യൻ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 20 മാർക്ക് എന്നുള്ളത് 10 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അത് ചോദിക്കുന്നത്. അത് മാത്രമല്ല സെക്ഷൻ 1 എടുക്കുമ്പോൾ സെക്ഷൻ 1 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറയുന്നത് ബ്ലോക്ക് 1 നിന്നും ബ്ലോക്ക് 2 നിന്നുമാണ് വരുന്നത്. സെക്ഷൻ 2 എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് പറയുന്നത് ബ്ലോക്ക് 3 നിന്നും ബ്ലോക്ക് 4 നിന്നുമാണ്. അതായത് ആക്റ്റീവ് ആയിട്ട് ഈ 2 ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2 നിന്നും അതേപോലെ തന്നെ ബ്ലോക്ക് 3 നിന്നും ബ്ലോക്ക് 4 നിന്നും സെക്ഷൻ വൈസ് ഡിവൈഡ് ചെയ്തിട്ട് അത്രയും കവറേജ് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള 4 ബ്ലോക്കുകൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ എക്സാമിന് ഒരു ബ്ലൂ പ്രിന്റ് സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ 4ഉം 8ഉം ഒക്കെ ഷോർട്ട് നോട്ട്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന പോലെ സബ് ഡിവൈഡ് ചെയ്ത് വന്ന് 10 മാർക്കിന് ചോദിക്കും എന്നുള്ളത്. അതൊരു 25% അത് വരുന്നുണ്ട്. ഇനി കോൺസെപ്ച്വൽ ആൻഡ് ഡെഫിനിഷൻ ടൈപ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതൊരു 28% ആണ് വരുന്നത്. അനലിറ്റിക്കൽ ആൻഡ് എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് 24% ആണ് വരുന്നത്. ഇനി ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡിസ്കസ് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതൊരു 23% അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി അതിന്റെ ഹൈ യീൽഡിംഗ് സിലബസ് മാപ്പിങ്ങിലൂടെ നമ്മൾ പോകുമ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റുകൾ ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് അതിന്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് എത്ര കൗണ്ടുകൾ ക്വസ്റ്റ്യൻസിന് വരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇതിനെ 3 ടയർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് 3 ലെവലിലേക്ക് നമ്മൾ അതിനെ തരംതിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൈ യീൽഡിംഗ് ടോപ്പിക്സുകൾ, അതായത് ഓൾമോസ്റ്റ് എല്ലാ സെക്ഷൻസിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഹൈ യീൽഡിംഗ് ടോപ്പിക്സിലൂടെ വരുന്നത്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഹൈ യീൽഡിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾക്ക് പാസ് ആവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ആയിട്ട് ആ ഒരു എക്സാം നിങ്ങൾക്ക് അത്രയും ഡെഡിക്കേഷനോടുകൂടിയാണ് നമ്മൾ ഇത്രയും ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്സുകൾ ഹൈ യീൽഡിംഗ് ടോപ്പിക്സുകൾ നമുക്ക് വിട്ടുകളയാനായിട്ട് പറ്റില്ല. ഇനി അടുത്തെന്ന് പറയുന്നത് മീഡിയം യീൽഡിംഗ് ടോപ്പിക്സുകളാണ്. അതിന്റെ വെച്ചാൽ ഫ്രീക്വൻസി ഓഫ് അപ്പിയറൻസ് വളരെ കൂടുതലാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുള്ള ഏരിയാസ് ആണ്. ഇനി ലോ യീൽഡിംഗ് ടോപ്പിക്സുകളുണ്ട്. ഒക്കേഷണലി അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ചോദിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ചോദിക്കാതിരിക്കാം എന്ന് കരുതിയിട്ട് നമ്മളത് മിസ് ചെയ്യാനായിട്ട് പാടില്ല. അത് കോംപ്രിഹെൻസീവ് കവറേജിനകത്ത് നമുക്ക് പെടുത്താം. ഇത് നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. അപ്പൊ അതിന് കുറച്ച് സമയം നമുക്ക് അതിന് സ്പെൻഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്റ്റഡി അലോക്കേഷൻ എന്ന് പറയുന്നത് 50% നമ്മൾ സ്റ്റഡി ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഹൈ യീൽഡിംഗ് ടോപ്പിക്സിനാണ്. 30% നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് മീഡിയം യീൽഡിംഗ് ടോപ്പിക്സിനാണ്. 20% നമ്മൾ ടോപ്പിക്സ് കവർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ലോ യീൽഡിംഗ് ടോപ്പിക്സുകളാണ്. ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ഡിവിഷൻ വരുന്നത്.
ഇതിന്റെ ആ ഒരു ഫ്രീക്വൻസി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ റെഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഓരോ യൂണിറ്റിൽ നിന്നും. അതേപോലെ തന്നെ മീഡിയം കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യെല്ലോ ആണ്. അതേപോലെ തന്നെ ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോ ഫ്രീക്വൻസി വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിന്റെ എക്സാം ടോപ്പിക്സുകൾ നമ്മൾ നോക്കുമ്പോൾ മോസ്റ്റ് 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ് ഫ്രീക്വൻസിയിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫുഡ് സെക്യൂരിറ്റി യൂണിറ്റ് 8 നിന്ന് 7 തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച്. അത് യൂണിറ്റ് 5 വരുന്ന ഒരു ടോപ്പിക്കാണ്. അതും ഒരു 7 തവണ വന്നിട്ടുണ്ട്. ഈ നോൺ സ്റ്റേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 14 വരുന്നതാണ്. അതും ഒരു 6 തവണയാണ് വന്നിട്ടുള്ളത്. ഇനി അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണെങ്കിൽ യൂണിറ്റ് 3 പറഞ്ഞത് അതും ഒരു 6 തവണ ചോദിച്ചിട്ടുണ്ട്. മേജർ കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് യൂണിറ്റ് 2 ചോദിച്ചിട്ടുണ്ട്. അത് വരുന്നൊരു ടോപ്പിക്കാണ്. അതും ഒരു 6 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ നമ്പർ ഓഫ് അപ്പിയറൻസ് വളരെ കൂടുതലാണ്. 7ഉം 6ലും ഒക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ പറയുന്ന 5 ടോപ്പിക്സുകൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലേണേഴ്സിന്റെ മുന്നിലേക്കുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്, അതായത് ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതാണ് എന്നുള്ളത് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്, ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനിലൂടെ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ ഒരു പേപ്പറിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ്. നിങ്ങൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് അറിഞ്ഞിരിക്കണം, അതിന്റെ നേച്ചർ എന്താന്ന് അറിഞ്ഞിരിക്കണം, അതിന്റെ സ്കോപ്പ് എന്താ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, അതിന്റെ നേച്ചർ എന്താ, അതിന്റെ സ്കോപ്പ് എന്താ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ജനറേഷനെ ഇവിടെ കൺസേൺ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള ആ ഒരു മീനിങ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ നേച്ചറും സ്കോപ്പും എക്സ്പ്ലെയിൻ ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിൽ ഒരു രണ്ടാമത്തെ ഒരു പാർട്ട് കൂടെ ഉണ്ട്, ബ്രിങ് ഔട്ട് ഇറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. പ്രിൻസിപ്പിൾസും ഫ്യൂച്ചേഴ്സും എന്താണ് എന്നുള്ളത് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഈ പറയുന്ന ബ്ലൂ പ്രിന്റും അതിന്റെ ആൻസറിംഗ് ഫ്രെയിംവർക്കും ഒക്കെ നമ്മൾ ഈ ലേണേഴ്സിന്, നമ്മുടെ ലേൺവൈസിന്റെ ലേണേഴ്സിന് നമ്മൾ ഓൾറെഡി ഈ പറയുന്ന പോലെ ബുക്ക്ലെറ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തതാണ്. നിങ്ങളുടെ ആപ്പിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കീ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തേന്ന് പറയുന്നത് മേജർ കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ മേജർ ആയിട്ടുള്ള കമ്പോണൻസ് നേരത്തെ പറഞ്ഞതുപോലുള്ള 3 കമ്പോണൻസുകൾ വരുന്നുണ്ട്. എക്കണോമിക് കമ്പോണന്റ്, സോഷ്യൽ കമ്പോണന്റ്, എൻവയോൺമെന്റൽ കമ്പോണന്റ്. അതും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് എന്താണെന്നുള്ളത് 3 പാർട്ടായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. അതിന്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് ആ ഇൻട്രോഡക്ടറി പാർട്ടിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ് എന്നുള്ളത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ കീയും നമ്മുടെ ആപ്പിനകത്ത് ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ആൻസർ കീ വേണമെങ്കിൽ. അടുത്തെന്ന് പറയുന്നത് അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിന്റെ മേജർ ആയിട്ടുള്ള അപ്രോച്ചസ്, എക്സാമിൻ ദ മേജർ അപ്രോച്ചസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു സ്റ്റാറ്റസ് ക്വോ, കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് എന്നുള്ളത്. അപ്പൊ അതെന്താ കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ്, അതെന്താണ് സ്റ്റാറ്റസ് ക്വോ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വിത്ത് ദ റെഫറൻസ് ടു പോവർട്ടി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ജെൻഡർ ഇക്വാളിറ്റി എന്നുള്ളതാണ്. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ആ ഒരു ഗോള് പോവർട്ടിയും ഹെൽത്തിനെയും എഡ്യൂക്കേഷനെയും അതേപോലെ തന്നെ ജെൻഡർ ഇക്വാളിറ്റിയും എങ്ങനെ റെഫറൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ ഈ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസുകൾ കൊടുത്തിട്ട് വേണം നമ്മൾ അത് അപ്രോച്ച് ചെയ്ത് എഴുതാനായിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ആൻസർ കീ നമ്മൾ ഓൾറെഡി ഒരു 1 month ബിഫോർ നിങ്ങളുടെ നമ്മുടെ ലേണേഴ്സിന് നമ്മൾ ഓൾറെഡി കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ആപ്പിനകത്ത് ചെന്നിട്ട് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിനകത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ആൻസർ കീയുടെ ആ ഒരു പോർട്ടൽ അറിയാലോ എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആൻസർ കിട്ടുന്നതായിരിക്കും. അടുത്തെന്ന് പറയുന്നത് ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ചിന്റെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ കോമൺസ് ആൻഡ് ബ്രിങ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ട്രാജഡി ഓഫ് കോമൺസ് ആൻഡ് കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ റിലേഷൻഷിപ്പ് ഓഫ് ട്രാജഡി ഓഫ് കോമൺസും കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡ് എന്താണ് എന്നുള്ളതും, അതേപോലെ തന്നെ ഈ ക്വസ്റ്റിന് 2 പാർട്ട് ഉണ്ടല്ലോ, ഇതിന്റെ ആദ്യത്തെ പാർട്ടിൽ കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ കോമൺസ് എന്താണ് എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യാം.
അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് വന്നത്. വാട്ട് ഇസ് ദ റോൾ ഓഫ് എക്സാമിൻ ദ റോൾ ഓഫ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ എർത്ത് സബ്മിറ്റ് 1992. അപ്പൊ ഇന്റർനാഷണൽ കൺവെൻഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താന്നുള്ളത് പറയുക, ഏത് ഇന്റർനാഷണൽ കൺവെൻഷൻസ് അല്ലെങ്കിൽ ഏത് മീറ്റിംഗിലാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. കാരണം വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് റയോ ഡി ജനറിയോയുടെ എർത്ത് സബ്മിറ്റിലാണ്. അപ്പൊ അതെന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനകത്ത് എടുത്തിട്ടുള്ള സ്ട്രാറ്റജീസ് എന്താണ് എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് വേണ്ടത്. അടുത്തേന്ന് പറയുന്നത് interrelationship among the development, sustainability and climatic change എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. now how does it relate development and sustainability എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ കോമൺ ആൻഡ് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ളത് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അടുത്ത ഹൈ എൽഡിംഗ് ടോപ്പിക്കിനകത്ത് വരുന്ന ഗോൾഡൻ ക്വസ്റ്റ്യൻസിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് ഉള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. ഡിസ്കസ് ദ മീനിങ്, കോൺസെപ്റ്റ് ആൻഡ് ഡയമെൻഷൻസ്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യണം, ഫുഡ് സെക്യൂരിറ്റി എങ്ങനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വഴി കൊണ്ടുവരാം എന്നുള്ളതും അതിന്റെ കോൺസെപ്റ്റ്സും ഡയമെൻഷൻസും അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യുന്ന ക്രൈസിസും എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയാസിനകത്ത് എഴുതാവുന്നതാണ്. അടുത്തത് ദ റോൾ ഓഫ് ഗ്രീൻ ആൻഡ് കൺവേർജിംഗ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതിനകത്ത് വരുന്നതാണ് ഡിസ്കസ് ദ മീനിങ്, characteristics and categories of green technologies, examine their role in the health and sanitation. അപ്പൊ ഹെൽത്ത് സാനിറ്റേഷൻ ഏരിയാസിനകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ഗ്രീൻ ടെക്നോളജീസ് വഴിയിട്ട് നമുക്ക് എന്ത് റോളാണ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ മീനിങ്. അടുത്തെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ ഡിസ്കസ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഹൗ ഡസ് ഇറ്റ് എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നത് അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി പ്രഡിക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ് സെറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ഫുൾ മോക്ക് പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്വസ്റ്റ്യൻസ് മാത്രമാണ്, അതിന്റെ ഫുൾ വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ്, അതായത് ഈ ക്വസ്റ്റ്യൻസിന്റെ ഫുൾ ആയിട്ടുള്ള ആൻസർ നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പൊ ലേൺ വൈസിന്റെ ലേണേഴ്സിന് നമ്മുടെ ആപ്പിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലുള്ള ആ ആൻസേഴ്സ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ആ ആൻസേഴ്സ് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അവിടെ എവിടെയൊക്കെ ഉത്തരം തപ്പി നടന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരില്ല. നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ആൻസറും അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. സോ പ്രാക്ടീസ് സെറ്റ് എയിനകത്ത് വരുന്ന ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള പേപ്പറിനകത്ത് വരുന്നതാണ്. ടൈം അലോക്കേറ്റഡ് 3 അവർ ആണ്. അറ്റംപ്റ്റ് ചേഞ്ചിങ്ങിലും 5 ക്വസ്റ്റ്യൻസ് വേണം എഴുതാനായിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസും 20 മാർക്കിനാണ് വരുന്നത്. അപ്പൊ സെക്ഷൻ 1 വരുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ നേച്ചർ, സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ബ്രിങ് ഔട്ട് ഇറ്റ്സ് ഗൈഡിംഗ് പ്രിൻസിപ്പൽ. നമ്മുടെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ നോക്കിയതാണ്. അപ്പൊ ലേൺ വൈസിന്റെ ലേണേഴ്സ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ആപ്പിൽ നോക്കി പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ആൻസർ നന്നായിട്ട് എഴുതാവുന്നതാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെയിം ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമിൻ ദ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്ക്രൈബ് എനി 4 അപ്രോച്ചസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് and access their relevance of 4 developing countries. Fourth question എന്ന് പറയുന്നത് write a short note in about 200 words each. A പാർട്ടിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ട്രാജഡി ഓഫ് കോമൺസ്. ബി പാർട്ടിൽ വരുന്നതാണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. പ്രാക്ടീസ് സെറ്റിൽ എയിൽ വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 5 സെക്ഷൻ 2 വരുന്നതാണ് ഡിസ്കസ് ദ മീനിങ്, ഡയമെൻഷൻ ആൻഡ് ചലഞ്ചസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 6 എക്സാമിൻ ദ റോൾ ഓഫ് ഗ്രീൻ ടെക്നോളജീസ് ഇൻ അച്ചീവിംഗ് ഹെൽത്ത്, സാനിറ്റേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കൂ. ഡിസ്കസ് ദ റോൾ ഓഫ് NGOs ആൻഡ് കോർപ്പറേറ്റീവ്സ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കൂ. റൈറ്റ് ദ ഷോർട്ട് നോട്ട്സ് ഇൻ അബൌട്ട് 200 words each. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 5 ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറഞ്ഞ ഗോളാണ്. കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 17 ഗോൾസ് ഉണ്ട്. അതിനകത്ത് 5ാമത്തെ ഗോളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈച്ച് ഗോൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ബിയിൽ വരുന്നതാണ് ദ റോൾ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഇത് 10 മാർക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കാരണം A സെക്ഷനും ഉണ്ട്, B സെക്ഷനും ഉണ്ട്. അടുത്ത പ്രാക്ടീസ് സെറ്റ് B. ഇതൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. അതായത് നിങ്ങൾക്കൊരു കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങളുടെ പ്രോസസ്സ് പഠനം
കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർപ്രൈസ് ആയിട്ടുള്ള റെഡി പേപ്പർ നിങ്ങൾക്ക് തരുന്നത്. സോ ടൈം അലോക്കേറ്റഡ് എന്ന് പറയുന്നത് 3 hours ആണ്. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് തന്നെയാണ് എഴുതേണ്ടത്. 20 മാർക്കിനാണ് വരുന്നത്. ഇതിനകത്ത് സെക്ഷൻ 1 വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ബ്രിങ് ഔട്ട് ഇറ്റ്സ് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ്. ക്വസ്റ്റ്യൻ നമ്പർ 2 എക്സാമിൻ ദ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ കമ്പോണന്റ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കൂ, ഡിസ്ക്രൈബ് എനി 4 approaches to sustainable development and access their relevance for developing countries. Question number 4 നോക്കൂ, write a short note about 200 words each. എയിൽ വരുന്നത് tragedy of commons, ബിയിൽ വരുന്നത് common but differentiated responsibilities. Question number 5 വരുന്നത് സെക്ഷൻ 2 വരുന്നതാണ് ഡിസ്കസ് ദ മീനിങ്, ഡയമെൻഷൻ, challenges of food security in India. Question number 6 examine the role of green technologies in achieving health, sanitation and food security. Question number 7 discuss the role of NGOs and cooperatives in sustainable development. Question number 8 write a short note in about 200 words each on sustainable development goal 5. Question part A gender equality and part B വരുന്നത് എന്ന് പറയുന്നത് റോൾ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സോ പ്രാക്ടീസ് സെക്ടർ ബിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആ സർപ്രൈസ് ആയിട്ടുള്ള നമ്മുടെ പ്രാക്ടീസ് സെക്ടർ ബിയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രാക്ടീസ് സെറ്റ് ബിയിലേക്ക് നമുക്ക് പോവാം. അതിനകത്ത് നമ്മുടെ ഈ ഒരു സർപ്രൈസ് റെഡി പേപ്പർ ആണ് ഇവിടെ കൊടുത്തിരുന്നത്. നേരത്തെ നമ്മൾ നോക്കിയിട്ടുള്ള പേപ്പറിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ ഉള്ളത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് സെക്ഷൻ 1 വരുന്നതാണ് ഡിസ്കസ് ദ എക്കണോമിക് components of sustainable development with reference to Indian economy ആണ് കൊടുത്തിട്ടുള്ളത്. Question number 2 examine the industrial sector and integrated system approach to sustainable development. Question number 3 discuss the journey of the Stockholm Conference in 1792 to Earth Summit 1992 and its outcomes. Fourth question എന്ന് പറയുന്നത് write a short note in about 200 words each. A concept of global commons. B എന്ന് പറയുന്നത് sustainable development goal 3 climatic action ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എല്ലാ ഗോളും നമ്മൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. സോ ഇതിന്റെ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റിലേക്ക് പോവാം. ഹൈ ലെവൽ ആയിട്ടുള്ള ആൻസേഴ്സുകൾ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഇതിന്റെ ഇൻട്രോഡക്ടറി, ബോഡി, കൺക്ലൂഡിങ് അങ്ങനെ 3 പാർട്ടുകളായിട്ടാണ് ഉള്ളത്. അത് 20 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ ഒരു 500 to 600 വേർഡ്സിനുള്ളിൽ വേണം നമ്മൾ അത് എഴുതാനായിട്ടുള്ളത്. അതിന്റെ ഒരു ഇൻട്രോഡക്ടറി പാർട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കീ കോൺസെപ്റ്റ് അതിനകത്ത് ഉണ്ടാവും. ആ ഒരു കീ കോൺസെപ്റ്റ് എടുത്തിട്ട് ഒരു 2-3 സെന്റൻസിൽ ആ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ വേണ്ടത്. ഇപ്പം ഫോർ എക്സാമ്പിൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിനകത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് എഴുതാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീൻസ് ടു ഈ പറയുന്ന പോലെ ഫ്യൂച്ചർ ജനറേഷനെ കൂടെ കൺസേൺ ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ എഴുതാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് മാറ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്കോപ്പ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ നേച്ചർ, അങ്ങനെ എന്തെങ്കിലും ഒരു 2-3 സെന്റൻസ് നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇനി അതിന്റെ ബോഡി പാർട്ട് വരുമ്പോൾ 4 to 6 ആയിട്ടുള്ള ഡിസ്റ്റിങ് പോയിന്റ്സിൽ വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പം അതിന്റെ ആ ഒരു ബ്രീഫായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ടോപ്പിക്കുകൾ, സെന്റൻസുകൾ, സൈഡ് ഹെഡിങ്സുകൾ, SLM ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്തൊക്കെ എക്സാമ്പിൾസ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ട് വേണം നിങ്ങളെ ബോഡി പാർട്ട് അഡ്രസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി കൺക്ലൂഡിംഗ് പാർട്ട് വരുമ്പോൾ 2 to 3 സെന്റൻസിൽ വേണം കൺക്ലൂഡിംഗ് പാർട്ട് ചെയ്യാനായിട്ടുള്ളത്. അതിനകത്ത് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താ, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്, മോഡേൺ ഏരിയാസിന് വരുമ്പോൾ അതിന്റെ റെലവൻസ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ് ആൻഡ് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താണ് എന്നുള്ളത്. അപ്പൊ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ തിയറി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ആരാണ് ആ തിയറിയുടെ ഈ പറയുന്ന പോലെ പ്രപ്പോണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും, അതേപോലെ തന്നെ എപ്പോഴാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ കോർ ആയിട്ടുള്ള കമ്പോണൻസോ സ്റ്റേജസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ടെർമിനോളജീസ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്താണ് ഈ തിയറി കൊണ്ടിട്ട്, അല്ലെങ്കിൽ ഈ തിയറിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും, അതേപോലെ തന്നെ ഈ തിയറി വരുമ്പോൾ അതിന്റെ ലിമിറ്റേഷൻസും ക്രിറ്റിസിസംസും എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മോഡേൺ പ്രാക്ടീസ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഇനി ഡിസ്കഷൻ വേഴ്സസ് എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം അവിടെ നിന്നുള്ളത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമുക്ക് വേണ്ടത്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള പെർസ്പെക്ടീവ്സുകൾ നോക്കാം, അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്നുള്ളത്, അതിന്റെ ട്രേഡ് ഓഫ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. അതിനകത്ത് ഡീപ്പ് ആയിട്ട് അതിന്റെ ക്ലാരിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് നമ്മൾ ഒരു പാർട്ടും വിടാതെ അതിന്റെ എല്ലാ കമ്പോണൻസുകളും നമ്മൾ അതിനെ ഇന്റർകണക്ട് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു എക്സ്ട്രീം പൊസിഷൻസ് എപ്പോഴും എടുക്കാനായിട്ട് ശ്രമിക്കാതെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കാവുള്ളൂ. ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡും എടുത്തിട്ട് നമ്മൾ മാറുകയല്ല നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് വേണം നമ്മൾ എടുക്കാനായിട്ടുള്ളത്.
അടുത്ത ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതിനകത്തൊരു 5 മിനിറ്റ് നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട് എടുക്കുക. കെയർഫുള്ളി അത് വായിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാനായിട്ട് പറ്റും. 30 മിനിറ്റ് ഓരോ ആൻസേഴ്സിനും വേണ്ടി എടുക്കുക. അതായത് അതിന്റെ ബോഡി, ഇൻട്രൊഡക്ടറി, കൺക്ലൂഷൻ, എൻഡിങ് പാർട്ടുകൾ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് ചിന്തിച്ചിട്ട് ആ ഒരു 30 മിനിറ്റിനുള്ളിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ഒരു 6 മിനിറ്റ് നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സെന്റൻസ് വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിൽ നല്ലൊരു ക്ലാരിറ്റി വരുത്തുക. ആ ഒരു ടൈമിൽ, ആ ഒരു 6 മിനിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സുകൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പെൻസിൽ കൊണ്ടിട്ട് അതിന്റെ അല്ലെങ്കിൽ പെന്ന് കൊണ്ടിട്ട് നിങ്ങൾ അതിന്റെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. അത് നിങ്ങൾ ചെയ്യണം. അടുത്തത് ഒരു 15 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഫൈനലായിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് വായിച്ചു നോക്കാൻ, എന്തെങ്കിലുമൊക്കെ കറക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യാം. ഇത് വേണം നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. ഒരു 400 വേർഡ്സിനുള്ളിലുള്ള ആൻസർ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണിത്. ഇനി ഫുൾ ആയിട്ടുള്ള വർക്ക്ഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ പ്രാക്ടീസ് സെറ്റ് എയും പ്രാക്ടീസ് സെറ്റ് ബിയും അതിന്റെ സർപ്രൈസ് റെഡി ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ആൻസേഴ്സ്, അതിന്റെ മോഡൽസും വേണം, അല്ലെങ്കിൽ അതിന്റെ ബ്ലൂ പ്രിന്റ് വേണം, അതിന്റെ ബുക്ക്ലെറ്റ് വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ലേൺ വൈസിന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് എൻറോൾ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൈഡൻസ് തരും. എങ്ങനെ ഒരു ആൻസർ എഴുതണം, പ്രസന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ആൻസർ എഴുതിയിട്ട് നമ്മുടെ മെന്റേഴ്സ് ഇവിടെ ഉണ്ട്. ലേൺ വൈസിന്റെ മെന്റേഴ്സിന് അയച്ചു കൊടുത്താൽ അവർ അതിനെ ചെക്ക് ചെയ്ത് തരും. അപ്പൊ അങ്ങനെയുള്ള ഒരു പാക്കേജ് ആണ് നിങ്ങളുടെ ഓരോ ലേണേഴ്സിനും ഞങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ എൻ്റെ ഒരു എൻറോളിംഗ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻറോൾ നൗ അറ്റ് ലേൺ വൈസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാട്സ്ആപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. 7592939616 ആണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കീയും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇനി നമ്മൾ ഈ പറയുന്ന പോലെ അതിന്റെ പാക്കേജിനകത്ത് എന്തുണ്ട് എന്നുള്ളതാണ്. അതായത് ഫുൾ ആയിട്ടുള്ള ആൻസർ സെറ്റുകൾ, സെറ്റ് എയുടെയും സെറ്റ് ബിയുടെയും നമ്മൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ആൻസർ ബുക്ക്ലെറ്റുകൾ ഉണ്ട്. അതിന്റെ ബ്ലൂ പ്രിന്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം. ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെ സെക്ഷനിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ ആൻസേഴ്സ് എങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ സ്കോർ ചെയ്യാനായിട്ടും നല്ല മാർക്ക് കിട്ടാനായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെന്ററിനെ തരുന്നതായിരിക്കും ഡൗട്ട്സുകൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ലേൺ വൈസിന് ഒരു അഡ്വാൻസ് പ്ലാനിങ് ലേണിംഗ് പ്രോഗ്രാമിന്റെ പാർട്ടാണ്. സോ വാട്സ്ആപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേൺ വൈസിന്റെ ടീം നിങ്ങളെ തിരിച്ച് കണക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിനകത്ത് എൻറോൾ ചെയ്യാവുന്നതാണ്. അത് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വളരെ ഫോക്കസ്ഡ് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. So all the best for the term and examinations. Subscribe our YouTube channel, LearnWise, and go through the PVQ questions. Thank you. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.